എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസ്മിൻ. ഗ്രീഷ്മ സ്വന്തം കാമുകൻ എന്നല്ല കെട്ടിയോൻ എന്ന് വേണം പറയാനായിട്ട്, താലി കെട്ടിയ പുരുഷൻ. കാരണം വീട്ടിൽ വെച്ചും താലി കെട്ടുന്നുണ്ട്, വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ടുന്നുണ്ട്. അതിനുശേഷമുള്ള വീഡിയോയാണ് നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത് വാർത്തകളിലൂടെയൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തിയെ, കാമുകനെ കഷായത്തിൽ വിഷം നൽകി ക്രൂരമായിട്ട് കൊന്ന ആ ഒരു താടകയ്ക്ക് കോടതി വധശിക്ഷ കൊടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും, നമ്മൾ എല്ലാ മലയാളികൾക്കും, ഇന്ത്യ ഉടനീളമുള്ള എല്ലാ ജനങ്ങൾക്കും സന്തോഷം നൽകുന്നൊരു വാർത്തയായിരുന്നു. കാരണം ഇതിൻ്റെ കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും ഒരാളെ കൊല്ലാൻ വിധിച്ചത് കൊണ്ടല്ല, ഒരാളുടെ ജീവൻ എടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കൊണ്ടല്ല, മറിച്ച് ഷാരോൺ രാജ് എന്ന് പറയുന്ന ആ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് കിട്ടാവുന്നതിൽ പരമാവധി നീതി നമ്മുടെ നിയമ സംവിധാനം വഴി നേടിക്കൊടുക്കാനായി എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു സന്തോഷമാണുള്ളത്. നീതി കിട്ടിയെന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചല്ലോ അല്ലേ. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഗ്രീഷ്മയെ ഉടൻ തൂക്കിക്കൊല്ലുമെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ ശരിക്കും തൂക്കിക്കൊല്ലും. അതുപോലെ തന്നെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമജ്ഞർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരു കൂട്ടം അഭിപ്രായപ്പെടുന്നത് ഈ ഒരു വിധി കൂടിപ്പോയി, ഇത്രയും വലിയ ഒരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല, അത് ലോയേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, അതുപോലെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസുമാരുണ്ട്. അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു വലിയൊരു ചർച്ചയായിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ശരിക്കും ഗ്രീഷ്മയെ തൂക്കിലേറ്റുമോ? എന്താണ് ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള നടപടികൾ? ഇനി നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത എന്തെന്നാൽ, ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ്. അവിടുത്തെ ജസ്റ്റിസ് എം ബഷീർ സാറാണ് ആ ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിനു മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമോ മറ്റോ ആയിരുന്നു. റഫീഖ ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സ്ത്രീയും കൂട്ടുപ്രതികളായിട്ടുള്ള മകനും കാമുകനും വധശിക്ഷ വിധിക്കുകയാണ്. അവർ ചെയ്ത കുറ്റം എന്നാൽ ഒരു മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു വയോധികയെ കൊലപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നത്. അപ്പോൾ ഗ്രീഷ്മ എന്നുള്ളത് കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന രണ്ടാമത്തെ സ്ത്രീയാണ്. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഗ്രീഷ്മ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള വാർത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രീഷ്മ അപ്പീലിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് അപ്പീലിൽ പോകാം, ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകാം. അപ്പോൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വധശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുമെന്ന് കേൾക്കപ്പെടുന്നു. ഇനി ഹൈക്കോടതിയിൽ നിന്ന് അത് ശരിവെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. സുപ്രീം കോടതി ശരിവെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഹയർ അതോറിറ്റി ഉണ്ട്. അതാരാണ്? അപ്പോൾ ഹയർ അതോറിറ്റിയും ഈ വധശിക്ഷ ശരിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്തെങ്കിലും നടപടികളുണ്ടോ? അങ്ങനെയൊക്കെ ഫൈനലി എല്ലാ വാതിലുകളും അടഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്രയും പേര് ഇവിടെ തൂക്കുകയറും കാത്ത് കിടക്കുന്നു? എന്തുകൊണ്ട് ആൾക്കാരെ ഒന്നും കൊല്ലുന്നില്ല? ഇതിൻ്റെ കണക്കുകൾ എത്രയാണ്? എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. കഷായം ഗ്രീഷ്മ കേസിൽ വിധി വന്നപ്പോൾ സമൂഹത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആ ഒരു വിധിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. അതായത് ഒരു വിധി വരുമ്പോൾ ആ ശിക്ഷ കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് ആൾക്കാർ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ടല്ലേ. ചിലർ ആ ഒരു ശിക്ഷ അനുകൂലിക്കാറുണ്ട്, ചിലർ പറയാറുണ്ട് ഇതൊന്നും പോരാ, ഇതിലും കൂടിയ ശിക്ഷയാണ് അവന് കൊടുക്കേണ്ടതെന്നല്ലേ. ഏറ്റവും പരമാവധി ശിക്ഷ കൊടുത്തപ്പോൾ അത് കൂടിപ്പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കേസിൽ കാണുന്നത്. ഇതിനു മുമ്പ് കൊലക്കയറി വിധിക്കുന്ന പ്രതിയെ തൂക്കിക്കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രമുഖ പാർട്ടികളും പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ. അത് വേറൊരു കഥ. എന്തായാലും ഈ ഒരു കേസിൻ്റെ വിധി വന്നപ്പോൾ പല നിയമജ്ഞർ, ലോയേഴ്സ്, വക്കീലന്മാർ, റിട്ടയർഡ് ജസ്റ്റിസുമാർ, മറ്റ് പൊതുപ്രവർത്തകരൊക്കെ ചാനലിലൂടെയും ഒക്കെ നമ്മൾ ഒരുപാട് ചാനൽ ചർച്ചകളായിരുന്നല്ലോ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കൂട്ടം അഭിപ്രായപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ശിക്ഷയാണ് കൊടുത്തത്, അവളത് അർഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറുവിഭാഗം പറയുന്നത് ഈ ശിക്ഷ കൂടിപ്പോയി, പരമാവധി ഒരു ജീവപര്യന്തത്തിന് വിധിക്കാനുള്ള ഒരു കുറ്റം മാത്രമല്ലേ അവൾ ചെയ്തിട്ടുള്ളൂ എന്നൊരു വാദമാണ് ഇവർ ഉയർത്തിയത്. ഇവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു പോയിന്റ് എന്തെന്നാൽ, ഇന്ത്യയിൽ ഒരു ക്രിമിനൽ കേസിന് വധശിക്ഷ വിധിക്കുമ്പോൾ എല്ലാ കോടതികളും റെഫർ ചെയ്യുന്ന ഒന്നുണ്ട്, റയറസ്റ്റ് ഓഫ് റയർ. അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസുകൾക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാൻ പാടുള്ളൂ എന്നൊരു പ്രിൻസിപ്പൾ ഫോളോ ചെയ്യാറുണ്ട്. ഇത് എവിടുന്നാ വന്നതെന്ന് നോക്കുവാണെങ്കിൽ, വർഷം 1980 ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു കേസിൽ സുപ്രീം കോടതിയുടെ വിധിയിലായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസിന് മാത്രമേ വധശിക്ഷ വിധിക്കാൻ പാടുള്ളൂ എന്ന്. പിന്നീട് വന്നിട്ടുള്ള എല്ലാ കോടതി വിധികളും ഇതിനെ ബേസ് ചെയ്തുള്ളതായിരുന്നു. അപ്പോൾ അപൂർവങ്ങൾ അത്യപൂർവമാണോ എന്ന് നോക്കിയിട്ട് മാത്രം വിധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി അത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം കൊലപാതകത്തിന് പരമാവധി ശിക്ഷ വധശിക്ഷ വിധിക്കാൻ സാധിക്കും, കൊലപാതക കുറ്റത്തിന് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി നിലനിൽപ്പുണ്ട്. നമ്മുടെ മുകളിലേക്ക് പോകുന്തോറും അപ്പീലുകളിൽ അതൊക്കെ മാറാം. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ കേസ് ജീവപര്യന്തമാക്കി കൊടുക്കാം. അതിനെയൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റയറസ്റ്റ് ഓഫ് റയർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡെഫിനിഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് അപൂർവങ്ങൾ അത്യപൂർവം എന്ന് കോടതി നിരീക്ഷിക്കുന്ന ഒന്നാണ്, അല്ലാതെ അതിന് കൃത്യമായിട്ട് ഇന്ത്യൻ നിയമത്തിൽ ഒരു ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് അപൂർവങ്ങൾ അത്യപൂർവമായി മാറുന്നത് എന്നൊരു സംഭവമൊന്നുമില്ല. ഇനി ഈ ഒരു എതിർക്കുന്ന കൂട്ടർ പറയുന്ന വാദം എന്തെന്നാൽ, ഇത് ഒരു വിഷം കുടിപ്പിച്ച് കൊന്നതല്ലേ,
നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ എടുക്കണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ സമാനമായിട്ടുള്ള എന്തോരം കേസ് നടക്കുന്നു. കാമുകി കാമുകനും കാമുകൻ കാമുകിക്കും ഒക്കെ വിഷം കൊടുത്തു കൊല്ലുന്നു. ഇനി സഹോദരൻ സഹോദരിക്ക് വരെ വിഷം കൊടുത്തു കൊല്ലുന്ന പണ്ടൊരു കേസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അവർക്കൊക്കെ വധശിക്ഷയല്ലല്ലോ വിധിച്ചത്, 10 വർഷം തടവൊക്കെ വിധിച്ച സംഭവങ്ങളില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസായി മാറുമെന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് അല്ലേ. അതിൻ്റെ ഉത്തരമായിട്ട് ഇതിനെ അനുകൂലിക്കുന്ന നിയമജ്ഞർ തന്നെ പറയുന്നുണ്ട്, ഇത് കേവലം വിഷം കൊടുത്തു കൊന്നൊരു സംഭവം അല്ല. അതായത് കോടതിയുടെ നിരീക്ഷണത്തിൽ ആ കാര്യം പറയുന്നുണ്ടല്ലോ, കേവലം വിഷം കൊടുത്ത് കൊല്ലുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അത് വിഷം കുടിക്കുന്നു, പെട്ടെന്ന് തന്നെ അതിൻ്റെ മരണം സംഭവിക്കുന്നു. ഇത്രയും മാത്രമേ നമുക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന് പറയുന്ന ആ ഒരു കേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷേ ഷാരോൺ രാജിൻ്റെ കേസ് വരുമ്പോഴേക്കും കോടതി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ആ ഒരു കിടപ്പിലായിരുന്നു ഷാരോൺ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷാരോൺ രാജിൻ്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വിഷം കഴിച്ച് മരിച്ച ആളുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അല്ലേ. അതൊന്നും പോലെയല്ല, അത് വിഷം കഴിച്ച് പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു. ഒരിക്കലുമല്ല. 11 ദിവസം നരകയാതന. ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വേദന എന്താണോ, ഏറ്റവും വലിയ നരകയാതന എന്താണോ, അതാണ് ആ പാവം ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെന്നല്ലേ, പാരാക്വേറ്റ് ഡൈക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കളനാശിനിയാണ് ഗ്രീഷ്മ ഷാരോണ് കഷായത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കളനാശിനിയാണ് ഷാരോണിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നറിയാവോ, ഓരോ ഭാഗങ്ങളെ അഴുകി ദ്രവിപ്പിച്ച് ഇല്ലാണ്ടാക്കും. അപ്പോൾ കോടതി വിധിയിൽ പറയുന്നുണ്ട്, ഷാരോണിൻ്റെ കിഡ്നി, ലിവർ, ശ്വാസകോശം ഇതെല്ലാം അഴുകിത്തീരുകയായിരുന്നു പതുക്കെ പതുക്കെ. അപ്പോൾ അകത്തെ വേദന ഒന്ന് ആലോചിച്ച് നോക്ക്. വായിൽ മൊത്തം വ്രണം, അതായത് ഇറങ്ങിയ ഭാഗത്ത് മൊത്തം വ്രണം, അകത്ത് മൊത്തം വ്രണവും ഓരോ ഭാഗങ്ങളും, ലിവറൊക്കെ അഴുകിത്തീർന്നു. നമ്മൾ ഭക്ഷണങ്ങൾ ചീഞ്ഞളിയുക എന്ന് പറയുന്നില്ല, ഞാൻ ഷാരോണിനെ അപമാനിക്കാനോ അങ്ങനെയല്ല, അത്രയും ക്രൂരമായിട്ടാണ് ഈ പെണ്ണ് അവനോട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപൂർവങ്ങളിൽ അത്യപൂർവം അല്ലാത്ത കേസായി മാറുന്നത്? അപ്പോൾ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ചെറുപ്പക്കാരനെ ലോകത്ത് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നരകയാതനയിലേക്ക് തള്ളിവിട്ട് 11 ദിവസത്തോളം അവൻ ക്രൂരമായിട്ട് ആ വേദനയിൽ പിടയുകയായിരുന്നു. അകത്ത് മൊത്തം അഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റൽ പരമാവധി ശ്രമിക്കുന്നുണ്ട്, എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയും വലിയ വിഷമാണ് ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വായിലൊക്കെ മൊത്തം വ്രണം, അകത്ത് വ്രണം, ഫുള്ള് അകത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കയ്യിലൊക്കെ തന്നെ ഒരു പഴുപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് വേദനയായിരിക്കും അല്ലേ. അപ്പോൾ അകത്ത് മൊത്തം ചീഞ്ഞ അഴുകുന്നൊരു അവസ്ഥയിലേക്ക് അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേസ് എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ഇത് കേവലം വിഷം കുടിപ്പിച്ച് കൊന്നൊരു സംഭവം അല്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്, അവർക്കൊന്നും വധശിക്ഷ വിധിച്ചിട്ടുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 11 ദിവസം ആ ഒരു യുവാവിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചത് എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ആ യുവാവ് അനുഭവിച്ച നരകയാതന എന്ത്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടും. ഇത് അപൂർവങ്ങളിൽ അത്യപൂർവം തന്നെയാണ്. ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമാക്കുന്ന പോയിന്റുകളുണ്ടല്ലോ, അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്, ഇത് കേവലം പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് വേഷം കലക്കി കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നില്ല, മറിച്ച് ഇതിൻ്റെ പിന്നിൽ വലിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒരു മാസ്റ്റർ മൈൻഡ്, ഒരു ക്രിമിനൽ മൈൻഡ് ആണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എത്ര നാളത്തെ പ്ലാനിങ് ആയിരുന്നു, ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയും അല്ലേ. അത് ഇതിനു മുമ്പ് പാരസെറ്റമോൾ പൊടിച്ച് ജ്യൂസിൽ കലക്കി, ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നാൽ, ഡിഫൻസ് കൗൺസിൽ, അതായത് ഗ്രീഷ്മയുടെ വക്കീൽ വാദിച്ചിട്ടുണ്ടായിരുന്നത് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമില്ല, മുമ്പ് ഒരു പ്രശ്നങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. തെറ്റാണ്. ആ ഒരു ജ്യൂസ് ചലഞ്ച് ഇതിന് എത്രയോ നാൾക്ക് മുമ്പാണ് നടന്നത്. ജ്യൂസ് ചലഞ്ചിൽ എന്താണ് ചെയ്തത്, ഷാരോണിനെ പാരസെറ്റാമോൾ കൂടുതലായിട്ട് കലക്കി കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഷാരോൺ അവിടെ കയ്പെന്ന് പറഞ്ഞ് തുപ്പിക്കളയുകയായിരുന്നു, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പും ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട് എന്നുള്ളത് കോടതിയുടെ നിരീക്ഷണമാണ്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളുണ്ട്. വലിയൊരു കോൺസ്പിറസി, ഒരു മാസ്റ്റർ മൈൻഡ്, ക്രിമിനൽ മൈൻഡ് ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, പിന്നെ അമ്മാവനും ഒക്കെ ആയിട്ട് ചേർന്നാണ് ഇത് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതോടൊപ്പം ഒരു മനുഷ്യത്വവും ഇല്ലാത്ത, നമ്മൾ പല സിനിമകളിൽ കാണുന്ന സീരിയൽ കില്ലേഴ്സിൻ്റെ ഒക്കെ മൈൻഡ് ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു ഇവളുടെ മനസ്സ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇവൻ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ഷാരോണിൻ്റെ കൂട്ടുകാരനും ബ്രദറിനും സഹോദരനും ഒക്കെ അയക്കുന്ന ഓഡിയോസ് കേട്ടിട്ടില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിയില്ല, എനിക്കെന്തിനാ അവനെ കൊന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകി അഭിനയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതൊക്കെ പോട്ടെ, ഈ ഒരു എൻക്വയറിക്ക് അവിടുത്തെ SI ആണല്ലോ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ SI അവിടുത്തെ മൊഴിയൊക്കെ എടുത്തു. അടുത്ത ദിവസം തന്നെ ഗ്രീഷ്മ SIയെ വിളിക്കുകയാണ്. അവിടുത്തെ SI വിളിച്ചിട്ട് പറയുകയാണ്, മറ്റുള്ളവരൊക്കെ സംശയിക്കുന്ന പോലെ തന്നെ സാറും എന്നെ സംശയിക്കുന്നുണ്ടോ, അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പോലീസുകാരനെ ഭീഷണിപ്പെടുത്തുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ കേസിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക,
വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ ഒരു സംശയം മാത്രമേ ഉള്ളൂ, കേസിൽ പ്രതിയൊന്നുമല്ല, അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നൈസായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒതുക്കിയാണ്. പിന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് അവിടെ കളിക്കുകയാണ്. ഈ ഒരു കേസിൽ വഴിത്തിരിവായി മാറിയിട്ടുണ്ടായിരുന്നത് ഷാരോൺ രാജിൻ്റെ ചേട്ടൻ്റെ ഇടപെടലാണ്. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ചേട്ടൻ ഗ്രീഷ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഏത് കഷായമാണ് കലക്കി കൊടുത്തത്, അതിൻ്റെ ബോട്ടിൽ എവിടെ? അപ്പോൾ പറഞ്ഞു ഉടനെ ആ ബോട്ടിൽ പെട്ടെന്ന് തന്നെ കളഞ്ഞപ്പോൾ അതിൻ്റെ ലേബലൊക്കെ പൊളിച്ച് അത് ആക്രിക്കാരന് കൊടുത്തു, അത് വലിച്ചെറിഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്, ലേബൽ പൊളിച്ച് കഴുകി ഉണക്കാൻ വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ഉടനെ പറയുകയാണ്, എന്നാൽ അതിൻ്റെ മുകളിലത്തെ അടപ്പിൻ്റെ ആ ഫോട്ടോ എങ്കിലും എടുത്ത് അയച്ചു തരാൻ. ഉടനെ വീണ്ടും മലക്കം പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് കഷായ പൊടി മേടിച്ചാണ് കലക്കിയത്, ഡോക്ടറിൻ്റെ പേര് പറഞ്ഞു, ആ ഡോക്ടർ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചേട്ടൻ്റെ ഒരു ഇടപെടൽ ഇവിടെ വലിയൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും ഇനി പോലീസ് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ മാറ്റി പറയണം. അപ്പോൾ എന്ത് ക്രിമിനൽ, എന്ത് രാക്ഷസിയുടെ സ്വഭാവമാണ് ഇവൾക്കൊന്നും ആലോചിച്ച് നോക്കുക. പോലീസ് ചോദിച്ചപ്പോൾ പറയാണ്, ഇത് കഷായം ജ്യൂസ് ചലഞ്ചൊക്കെ ഞങ്ങൾ ചെയ്തതാണ്, ഞാൻ വയറുവേദനയ്ക്ക് കുടിക്കുന്ന ഒരു കഷായമുണ്ട്, അതാണ് കൊടുത്തത്. കഷായത്തിന് പേര് പറയാൻ ബുദ്ധിമുട്ടി, പിന്നെ കോകിലാക്ഷൻ കഷായം എന്ന് പറഞ്ഞു. പക്ഷേ അത് താൻ മേടിച്ചു എന്ന് പറയുന്ന കടയിൽ പോയിട്ട് പോലീസ് അന്വേഷിക്കുകയാണ്. അങ്ങനത്തെ ഒരു പർച്ചേസ് അവിടെ നടന്നിട്ടില്ല. അത് പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ അടുക്ക പോലീസ് അന്വേഷിക്കുകയാണ്. ഈ ഗ്രീഷ്മയെ അറിയത്ത് പോലുമില്ല. അപ്പോൾ വീണ്ടും വള്ളിയാകിയാണ്. അങ്ങനെ വീണ്ടും മലക്കം മറിയുകയാണ്. ഈ ഷാരോണിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളുണ്ട് പ്രശാന്തിനി ഉപയോഗിച്ചുകൊണ്ട് ഗ്രീഷ്മ അടുത്ത മൂവ്മെൻറ്റ് നടത്തിയാണ്. പ്രശാന്തിനിയെ കൊണ്ട് പറയുകയാണ്, പ്രശാന്തിനിയാണ് അത് മേടിച്ചു കൊണ്ടുവന്നത്, ഈ കഷായത്തിൻ്റെ പൊടിയോ മറ്റോ മേടിച്ചിട്ട് കഷായം ആക്കിയതാണ് എന്ന് പ്രശാന്തിനെ കൊണ്ട് പറയുകയാണ്. പക്ഷേ പോലീസിന് അവിടെ എന്തോ ഉരുണ്ട് കളിക്കുകയാണ് പ്രശാന്തിനി. അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചു, ഗ്രീഷ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്ന് ആ ഒരു സഹോദരി പറയുകയാണ്. അപ്പോൾ എന്ത് വലിയ കളികളാണ് ഈ ഒരു ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള, ക്രിമിനൽ ആണല്ലോ, വിധി വന്നല്ലോ അല്ലേ, അപ്പോൾ കൊലപാതക തൂക്കുകയറിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ്. എന്തായാലും ഇതാണ് അവളുടെ ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്തെന്നാൽ, ഇത് ഫസ്റ്റ് എൻക്വയറി ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SI വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ്, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് പറയുന്ന ഒരു സംഭവം. ഇനി നിങ്ങൾ തന്നെ പറ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വായിച്ചു വയ്ക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, 11 ദിവസം ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നരയാതനയിലൂടെയാണ് ഇവൾ ഷാരോണിനെ കടത്തിവിടുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ സാധാരണ ഒരു വിഷം കൊടുത്ത് കൊല്ലുന്നതുമായിട്ട് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ. അല്ല, ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള ഒരു കേസ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മർഡർ ആയതുകൊണ്ട് തന്നെ, അതും ഫസ്റ്റാണ് ഇവളൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ട് കേസ് വരുന്നത് അല്ലേ, ഫസ്റ്റ് കേസാണ് ഇവളുടെ പേരിലുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു പക്ഷേ ജീവപര്യന്തമാക്കാനുള്ള സാധ്യത നല്ലതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ തർക്കമില്ല. നമുക്കിവിടെ വധശിക്ഷ വിധിച്ചല്ലോ. അതായത് ഷാരോൺ രാജ് എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് പരമാവധി നീതി, ഒരു ജസ്റ്റിസ് സംവിധാനം വിധിച്ചതിൽ വളരെ സന്തോഷമാണ്. ഇനി അവൾക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെ, അതിൽ ബുദ്ധിമുട്ടുണ്ടാവും, വാട്ട് എവർ ഇറ്റ് മേ ബി. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എവിടെയാണെന്നറിയാവോ, ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയിൽ, സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന നിയമവ്യവസ്ഥയിൽ നമുക്ക് തോന്നിയ ഒരു വിശ്വാസമില്ലേ, അതിനെ ഓർത്താണ് നമ്മൾ അഭിമാനിക്കുന്നത്, അതിനെ ഓർത്താണ് നമ്മൾ സന്തോഷിക്കേണ്ടതും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അപ്പീൽ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ സെഷൻസ് കോടതിയാണല്ലോ ഈ ഒരു വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രീഷ്മയുടെ അഡ്വക്കേറ്റ്, ആ ഒരു ഡിഫൻസ് കൗൺസിൽ നേരെ പോകുന്നത് ഹൈക്കോടതിയിലേക്കായിരിക്കും. ഹൈക്കോടതിയിൽ ഡിഫൻസ് കൗൺസിൽ പ്രോസിക്യൂഷൻ തമ്മിൽ വാദങ്ങൾ നടത്തും. അപ്പോൾ ഹൈക്കോടതി ആ ഒരു വാദങ്ങൾ കേട്ടിട്ടാണ് ഈ ഒരു വധശിക്ഷ തിരുത്തണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നത്. ഇനി വധശിക്ഷ ശരിവെക്കുകയാണെന്ന് വയ്ക്കുക. ശരിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്രീഷ്മയുടെ വക്കീൽ, അതായത് ഡിഫൻസ് കൗൺസിൽ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും. ഇനി വധശിക്ഷ ഇളവ് ചെയ്ത് നമ്മുടെ ഒരു ജീവപര്യന്തമോ അല്ലെങ്കിൽ ഒരു 10 വർഷം തടവോ ഒക്കെ ആക്കുക എന്ന് വയ്ക്കുക. അപ്പോൾ ആരാ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്, പ്രോസിക്യൂഷൻ, അതായത് സർക്കാരിൻ്റെ, നമ്മളുടെ പോലീസിൻ്റെ വക്കീൽ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതിയിലും സമാനമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കും. ഇപ്പോൾ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്തു ജീവപര്യന്തമാക്കി എന്ന് വയ്ക്കുക. സുപ്രീം കോടതി ആ ഒരു വാദം ശരിവെച്ചാൽ, അതായത് ഇത് വധശിക്ഷയൊന്നും വേണ്ട കാര്യമില്ല, ജീവപര്യന്തം മതിയെന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ പ്രോസിക്യൂഷന് ഒരു മുമ്പോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. റീഅപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം ഒരു പക്ഷേ, എന്നാലും മുകളിലേക്ക് ഹയർ അതോറിറ്റി, സുപ്രീം കോടതിയുടെ മുകളിലേക്ക് മറ്റൊരു ഹയർ അതോറിറ്റി അവിടെ വരുന്നില്ല. ഇനി സുപ്രീം കോടതി പറയുകയാണ് ഇവൾക്ക് ജീവപര്യന്തമല്ല, വധശിക്ഷ തന്നെയാണെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിക്ക് അവിടെ വധശിക്ഷ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അവിടെ ജയിച്ചു, അവരുടെ പണി അവിടെ കഴിഞ്ഞല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നേരെ ഈ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തിയെ, അതായത് സുപ്രീം കോടതി വധശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ നേരെ തൂക്കുകയറിലേക്ക് എടുക്കുക നോക്കുകയാണെങ്കിൽ ഇല്ല, മറ്റൊരു ഓപ്ഷൻ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു ദയാഹർജി കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലുണ്ട്. അങ്ങനെ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കുകയാണ്. രാഷ്ട്രപതി ആ ഒരു ദയാഹർജി അംഗീകരിച്ച് ദയ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ ഇളവായി കിട്ടും. ബാക്കി ജീവപര്യന്തമോ കാര്യങ്ങളോ കിടക്കേണ്ടി വരും. അപ്പോൾ ആ തൂക്കുകയറ് മാത്രം തൽക്കാലത്തേക്ക് ഒഴിവായി കിട്ടുന്ന ഒന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഇനി രാഷ്ട്രപതിയും വധശിക്ഷ ശരിവെച്ചാൽ, ദയാഹർജി തള്ളിയാൽ എന്താ സംഭവിക്കുക, നേരെ കഴുമരത്തിലേക്ക് എടുക്കുമോ? ഇല്ല. വീണ്ടും ഗ്രീഷ്മയ്ക്ക് അഥവാ ഡിഫൻസ് കൗൺസിലിന് ഒരു തിരുത്തൽ ഹർജി ഫയൽ ചെയ്യാൻ പറ്റും. തിരുത്തൽ ഹർജി ഫയൽ ചെയ്യുന്നത് സുപ്രീം കോടതിയിലാണ്. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി വിചാരണ കോടതിയുടെ നടപടികൾ മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അതിൽ പരിശോധിച്ചിട്ട് സുപ്രീം കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റും.
അതായത് രാഷ്ട്രപതി വധശിക്ഷ ശരിവച്ചാൽ പോലും ഒരു തിരുത്തൽ ഹർജിയിലൂടെ വീണ്ടും ആ കേസ് സുപ്രീം കോടതിയിലേക്ക് വരികയും സുപ്രീം കോടതിക്ക് അവിടെ ഒരു തീരുമാനമെടുക്കാൻ പറ്റും. ആ തീരുമാനം അന്തിമമായിരിക്കും. ഇനി വധശിക്ഷ വിധിച്ച് അവർക്ക് മുമ്പിലുള്ള എല്ലാ വാതിലും അടഞ്ഞു. ഇനി ഈ നിയമപരമായിട്ട് നീങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. നേരെ തൂക്കുകയറിലേക്ക് അല്ലെങ്കിൽ കഴിമരത്തിലേക്ക് എടുക്കുകയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. വളരെ അപൂർവമായിട്ടുള്ള വ്യക്തികളെ മാത്രമാണ് തൂക്കിലേറ്റുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തൂക്കിലേറ്റിട്ടുണ്ടായിരുന്നത് നിർഭയ കേസുണ്ടല്ലോ, അതിൻ്റെ അകത്തെ പ്രതികളെ ആയിരുന്നു. ഇനി ഇതിൻ്റെ കണക്കുകൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ എത്ര പേര് തൂക്കുകയറും കാത്ത് കഴിയുന്നു നോക്കുവാണെങ്കിൽ അത് 500-നും 600 ആ ഒരു റേഞ്ചിലാണ്. കൃത്യമായിട്ടുള്ള കണക്കുകൾ പോലും നമുക്ക് ലഭ്യമല്ല. അത്രയും പേരാണ് ഇന്ത്യയിൽ തൂക്കുകയറും കാത്ത് കഴിയുന്നത്. ഇനി കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഗ്രീഷ്മ ഉൾപ്പെടെ 40 പേരാണ് തൂക്കുകയറും കാത്ത് കഴിയുന്നത്. ഇന്ത്യയിൽ എത്ര പേരെ തൂക്കിക്കൊന്നു എന്നുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടൂല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ വിക്കിപീഡിയ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ 175 പേരുടെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് കേരളത്തിൽ നിന്ന് 3 പേരാണുള്ളത്. ഒന്ന് അഴകേശനാണ്, അത് വർഷം 1979 ദുർമന്ത്രവാദത്തിന് വേണ്ടിയിട്ട് ഒരു കൊച്ചുകുട്ടിയെ കൊല്ലുകയാണ്. രണ്ടാമത്തത് വി ബാലകൃഷ്ണനാണ്, വർഷം 1990 വാക്കേരി കൊലപാതകമാണ്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്കൊക്കെ പലരും കേട്ടിട്ടുള്ള റിപ്പർ ചന്ദ്രനെയാണല്ലേ. ഈ 3 പേരെ മാത്രം കേരളത്തിൽ തൂക്കിക്കൊന്ന ആ ഒരു പേരുകൾ മാത്രമേ നമുക്ക് ലഭ്യമാവുള്ളൂ. എന്നാൽ കുറച്ചു കാലം മുമ്പ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം 26 പേരെ കേരളത്തിൽ തൂക്കിലേറ്റി കൊന്നു എന്നാണ്. 3 പേരുടെ പേര് മാത്രമേ ലഭ്യമുള്ളൂ. ബാക്കി 23 പേര് ആരാന്ന് നമുക്ക് അറിയത്തില്ല. ഇത് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ അവസ്ഥ. പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടന പറയുന്നത് വർഷം 1953 മുതൽ 63 വരെ 10 വർഷത്തിനുള്ളിൽ മാത്രം ഏകദേശം 1400-ന് മുകളിൽ വരുന്ന ആൾക്കാരെ തൂക്കിലേറ്റിട്ടുണ്ടെന്നാണ്. ഇനി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ വലിയ യൂണിവേഴ്സിറ്റിയാണ്, നിയമ യൂണിവേഴ്സിറ്റിയാണ്. അവർ പറയുന്നത് പ്രകാരം 1947 ശേഷം 747 പേരെ തൂക്കിക്കൊന്നതായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് പല സ്റ്റേറ്റുകളും തൂക്കിക്കൊന്നവരുടെ റെക്കോർഡൊന്നും സൂക്ഷിക്കാറില്ല. ഇപ്പോൾ കേരളത്തിനോട് ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ ഒരു അധികാരി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത്തെ പല റെക്കോർഡുകളും ചിതറിച്ചു പോയി എന്നുള്ളതാണ്. തമിഴ്നാട് ADGPയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതായത് ചത്തകളിക്ക് എന്തിനും കൂടെ എന്നുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. പണ്ടൊക്കെ എല്ലാം പേപ്പർ ഡോക്യുമെൻറ്റ്സ് ആയിരുന്നല്ലോ. അതുപോലെ തന്നെ ഇഡിയൻ പോലീസിൻ്റെ കാലഘട്ടവും അല്ലേ. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്ത് പാവങ്ങളെയൊന്നും തൂക്കിലേറ്റി കൊന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല. അവൻ്റെ കടലാസ് എന്തിനു സൂക്ഷിക്കണം, എന്തിനത് കെയർ ചെയ്യണം, അതൊക്കെ ചിതറടിച്ചും മറ്റു രീതികളിലൊക്കെ നശിച്ചു പോയി. അങ്ങനെ ഡാറ്റകൾ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഒരുപാട് തൂക്കിക്കൊല്ലലുകൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള എത്ര പേരുടെ പേരുകളാണ്? 175 പേരുടെ പേരുകൾ മാത്രം. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഈ ഒരു പ്രതികൾക്ക് മുമ്പിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞാൽ, അതായത് രാഷ്ട്രപതിയെ സമീപിക്കാം, ദയാഹർജി കൊടുക്കാം അല്ലേ, അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരുത്തൽ ഹർജിക്ക് സമീപിക്കാം. അങ്ങനെ എല്ലാ ഫൈനൽ സ്റ്റേജ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ എക്സിക്യൂഷൻ നടപ്പിലാക്കുക. അല്ലാതെ ഇവരെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റുന്നത് നമ്മുടെ രാജ്യത്തിന് നഷ്ടമാണ്. അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവർ ജയിലിൽ സുഖവാസം നടത്തുക എന്നൊക്കെ പറയുന്ന ഒരു ടോക്ക് തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് തന്നെ അവർ എക്സിക്യൂഷൻ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഒരാളെ എക്സിക്യൂഷൻ നടപ്പിലാക്കേണ്ട സ്റ്റേറ്റിൻ്റെ, സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്. സ്റ്റേറ്റ് തീരുമാനിക്കുന്നില്ല, തീരുമാനിച്ചാൽ ആരാച്ചാരെ കിട്ടാനില്ല, പ്രത്യേകമായിട്ടുള്ള കയറ് വേണം, അങ്ങനെ ഒരുപാട് മറ്റ് സംഭവങ്ങളുമുണ്ട്. ധ്രുവം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടില്ല? ആരാച്ചാർക്ക് വേണ്ടി അവർ ഒരുപാട് മമ്മൂക്ക തേടി നടക്കുന്നതൊക്കെ, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ആരാച്ചാരന്മാരെ കിട്ടാനില്ല, കാരണം ആ തൊഴിൽ ചെയ്യുന്ന ആരും തന്നെ ഇവിടെ ഇല്ല. അത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്തത്. ഇനി മറ്റ് പോലീസുകാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും അവിടുത്തെ പോലീസുകാർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെയൊന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ആൾ വേണം, പ്രത്യേകമായിട്ടുള്ള കയറുണ്ടാക്കണം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു തടസ്സങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തൂക്കുകയർ വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കുറ്റവാളികളുടെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. കഷായം ഗ്രീഷ്മയുടെ കേസ് ഞാൻ പറയുവാണെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് അത് ജീവപര്യന്തമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം കോടതി നോക്കുമ്പോൾ എന്താണ്, ഒരു കൊലപാതകം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. മുമ്പ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതൊക്കെ കോടതി പരിശോധിക്കും. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഒരു വിധി പ്രസ്താവന നടത്തുക. നമുക്ക് എന്തായാലും കണ്ടറിയാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാൻ വിശ്വാസം. മടപ്പള്ളി സൈനിങ് ഔട്ട്.